റെസിസ്റ്റ് ചെയ്യാൻ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാസ്റ്ററാണ് ഈ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഇത് മെയിൻലി വാൾസിലും അതുപോലെ തന്നെ സീലിങ്സിലും ചിമ്മണി ബ്രസ്റ്റ് അവിടെയൊക്കെയാണ് ഈ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യുക. ഫയർ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റേഴ്സ് ആണ്. പിന്നെ ഇത് കൺവെൻഷനൽ ആയിട്ട് ജിപ്സം പ്ലാസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനൊരു 50 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിനെക്കാട്ടും കൂടുതൽ ഹീറ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉള്ളതാണ് ഈ ഫയർ റെസിസ്റ്റൻറ്റ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ കോമ്പോസിഷൻ വരുന്നത് അലുമിനിയം സിമെന്റും അതുപോലെ തന്നെ ഫൈനലി ക്രഷ് പൗഡർ ഓഫ് ഫയർ ബ്രിക്സ് ആണ്. ഈ അലുമിനിയത്തിന്റെയും ഈ ഫയർ ബ്രിക്കിന്റെയും പ്രോപ്പർട്ടീസ് ആണ് ഇതിനെ ഫയർ റെസിസ്റ്റന്റ് ഹീറ്റ് റെസിസ്റ്റന്റ് ആക്കുന്നത്. ആൻഡ് അതിന്റെ കോമ്പോസിഷൻ മെയിൻലി 1 part ഓഫ് അലുമിനിയം സിമെന്റിനെ 2 part ഓഫ് പൗഡർ ഓഫ് ഫയർ ബ്രിക്സ്, അങ്ങനത്തെ റേഷ്യോയിലാണ് ഇതിന്റെ കോമ്പോസിഷൻ വരുന്നത്. ആൻഡ് ഇത് മെയിൻലി ലൈനിങ് ഫർണസസ്, ഫയർ പ്ലേസ്, ഓവൻസ് എക്സെട്ര അവിടെയൊക്കെയാണ് ഈ ഹീറ്റ് റെസിസ്റ്റൻസിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ഇത് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഫയർ പ്രൂഫിംഗ് പ്രോപ്പർട്ടി മെയിൻലി കോമ്പോസിഷൻ കാരണമാണ്, അലുമിനിയം അതുപോലെ തന്നെ ഫയർ ബ്രിക്കിന്റെ പ്രോപ്പർട്ടിയുള്ള കാരണം. പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്ലാസ്റ്റർ ഫയറിന് എക്സ്പോസ് ആകുമ്പോൾ ഇതിന്ന് വാട്ടർ വേപ്പർ റിലീസ് ആവും. അപ്പൊ അങ്ങനെയാണ് ആ ഫയർ ഉണ്ടാവുന്നത് അതിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് എത്ര ഇതിന്റെ തിക്നെസ്, ഈ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യുന്ന തിക്നെസ് എത്ര കൂടണോ അത്രയും ഇതില് അതിന്റെ കപ്പാസിറ്റിയും റെസിസ്റ്റ് ചെയ്യാനായിട്ട് കൂടും. ഇതിന് 2 hours വരെ ഫയറിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും ഫയറിന്റെയും ബ്രിക്കിന്റെ ഇടയിൽ. പിന്നെ ഇതിന് വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ഇപ്പോൾ മെറ്റൽ സപ്പോർട്ട്സ് ഒക്കെ കൺസ്ട്രക്ഷൻ്റെ പീരീഡിൽ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിലും അങ്ങനത്തെ മെറ്റൽ സപ്പോർട്ട്സിലും ഈ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഈ സപ്പോർട്ട്സിൽ മെൽറ്റിംഗ്, ഡിസ്റ്റോർട്ടിങ് അങ്ങനത്തെ ഒക്കെ വർക്ക് എടുക്കുമ്പോൾ ഹീറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അങ്ങനത്തെ മെറ്റൽ സപ്പോർട്ട്സിലും ഈ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഡ്വാൻറ്റേജസ്, ഇത് ഈസിലി ട്രാവലബിൾ ആണ്, ഈസിലി വാൾസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ടെമ്പറേച്ചർ അപ് ടു 500 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൂടുതലായിട്ട് സോളിഡ് മെറ്റീരിയൽസിലാണ് ഇത് കമ്പാറ്റബിൾ. അതുപോലെ തന്നെ പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 12.5 kg അങ്ങനത്തെ സൈസിലൊക്കെയാണ് അവൈലബിൾ. പിന്നെ യൂസസ് എന്ന് പറയുമ്പോൾ ലോഗ് ബേണിംഗ് സ്റ്റൗസ്, പിന്നെ ഹോളിംഗ് ഫയർ പ്ലേസസ്, അതിന്റെ ഫയർ പ്ലേസ് കാസറ്റ് അവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ വാൾസ്, ചിമ്മിണി ബ്രസ്റ്റ്, ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും ടെമ്പറേച്ചർ വരുന്ന സ്ഥലത്തൊക്കെ ഇത് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആവശ്യമുള്ള സ്ഥലത്ത്, പിന്നെ വുഡ് ബേണിംഗ് സ്റ്റൗസ്, പിന്നെ അങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ്. അത് കളർ, ഇതിന്റെ അപ്പിയറൻസ് പറയുന്നത് ഗ്രേ കളറിലാണ്. പിന്നെ ഷെൽ ലൈഫ് അപ് ടു 12 months ഉണ്ട്. പിന്നെ സ്റ്റോറേജ് കണ്ടീഷൻസ് 5 ഡിഗ്രി സെൽഷ്യസിലും 20 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 8 liter വാട്ടറും ടു 20 kg ഓഫ് പൗഡർ, അതാണ് ഒരു റേഷ്യോ വരുന്നത്. അല്ലെങ്കിൽ 5 liter to 12 kg ഓഫ് പൗഡർ. പിന്നെ ലെയർ തിക്നെസ്, ഇത് മിനിമം 5 mm തിക്നെസ് ടു 13 mm തിക്നെസ്, ആ ഒരു ഇതിലാണ് ഇതിന്റെ തിക്നെസ് കൊടുക്കേണ്ടത്. മിനിമം 5 mm ആയാൽ തന്നെ അതിന് 500 ഡിഗ്രി സെൽഷ്യസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈൽഡ് 20 kg, അത് അതിന്റെ ഡെപ്ത് കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ അപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ്, ഇത് സർഫസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സർഫസ് അത് റസ്റ്റ്, സൂട്ട് ഗ്രീസ് അങ്ങനത്തെ ഇതൊക്കെ ഫ്രീ ആയിട്ടിരിക്കണമെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിപ്പോ ഈ ഫയർ റെസിസ്റ്റന്റ് പ്ലാസ്റ്റർ പല കമ്പനീസിന്റെയും അവൈലബിൾ ആണ്. അപ്പൊ ഓരോ കമ്പനീസിനും അവരുടേതായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അപ്പൊ അത് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇതില് 1 part ഓഫ് വാട്ടറിന് 2.5 parts ഓഫ് പ്ലാസ്റ്റർ ആ ഒരു റേഷ്യോയില് അപ്ലൈ ചെയ്തിട്ട് വേണം നന്നായി
മെഷീൻ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ട്രവലബിൾ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യണ വരെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് 10 to 15 മിനിറ്റ്സ് നന്നായി മിക്സ് ചെയ്തിട്ട് 5 to 10 മിനിറ്റ്സ് അതിനെ അങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ എന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 days മിനിമം അതിന് ക്യൂറിങ് നടക്കാനുള്ള ടൈം കൊടുക്കണം. എന്നാൽ മാത്രമാണ് അത് നന്നായി വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് വരുന്നത് ഇത് അതായത് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലത്തും അതായത് 5 degree Celsius ആ ബിലോ ടെമ്പറേച്ചർ വരുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ ഹൈ ഹ്യൂമിഡിറ്റി വരണ സ്ഥലത്തും ഇത് അപ്ലൈ ചെയ്യരുത്. പിന്നെ വാട്ടറിന്റെ കൺസിസ്റ്റൻസി ഇതിൽ ഓവർഡോസ് ആയി കഴിഞ്ഞാലും ഇതിന്റെ പ്രോപ്പർട്ടീസ് നടക്കില്ല. പിന്നെ പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ജിപ്സം ബേസ്ഡ് പ്ലാസ്റ്റർ അല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കൺസിഡറേഷനിൽ ഇത് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ ഇതില് ഹീറ്റ് റെസിസ്റ്റന്റ് പ്ലാസ്റ്റർ ആയ കാരണം ഇതില് വാട്ടർ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതിലൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഹോട്ട് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കൈ വെച്ചിട്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഹാൻഡ്സ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ, ഐ പ്രൊട്ടക്ഷൻ. ഇതിന്റെ ഒക്കെ ഇങ്ങനത്തെ എക്സോതെർമിക് റിയാക്ഷനും അലുമിനിയം ഒക്കെ ഉള്ള കാരണം അതിന്റെ ഐനും ഹാൻഡിനും സ്കിന്നിനും റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കണം. ഐന് സേഫ്റ്റി ഗ്ലാസസ്, പിന്നെ ഹാൻഡിന് കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, പിന്നെ സ്കിന്നിന് വരുമ്പോൾ അതിൻ്റെ അങ്ങനത്തെ ക്ലോത്ത്സ് ഇല്ലേ അത്. പിന്നെ റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ, പ്രോപ്പർ വെന്റിലേഷൻ ഉള്ള സ്ഥലത്തൊക്കെ കൂടുതൽ വെന്റിലേഷൻ അവൈലബിൾ ആക്കിയിട്ടൊക്കെ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ടോപ്പിക് എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ. ഹലോ, അമല മേരി അല്ലേ? പിന്നെ എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ ആണ്. എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്, പിന്നെ ഡെന്റൽ സർജറി റൂംസ് അങ്ങനത്തെ ഒക്കെ സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്. എക്സ്റേ ഇപ്പം എക്സ്റേ റൂംസിൽ ലെഡ് ഷീറ്റ്, മെറ്റാലിക് ലെഡ് ഷീറ്റിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്ററാണ് എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ. ഇതിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ബേരിയം സൾഫേറ്റും പോർട്ട്ലാൻഡ് സിമെന്റും ആണ്. പിന്നെ ഒരു എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ ആണ് തിസിൽ എക്സ്റേ. എടാ മുമ്പത്തെ പേജ് എടുക്കും. ഒരു എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ ആണ് തിസിൽ എക്സ്റേ പ്ലാസ്റ്റർ. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ ടു ഫയർ, നോൺ കമ്പസ്റ്റബിൾ ആണ്. പിന്നെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 5 degree Celsius വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെറ്റ് ആവുന്നത് വരെ 5 degree Celsius കുറയാനും പാടില്ല. പിന്നെ 43 degree Celsius കൂടുതൽ ആവുന്ന സമയത്ത് ഇത് സ്യൂട്ടബിൾ അല്ല അപ്ലൈ ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് സ്റ്റോർ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റിംഗ് ടൈം കുറയുകയും അതിന്റെ സെറ്റ് ആവുന്ന സമയത്ത് അതിന്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. പിന്നെ കോൺക്രീറ്റ് ഫ്ലോറിൽ ടിമ്പറിന്റെ പ്ലാറ്റ്ഫോം ചെയ്തിട്ട് അതിൽ വേണം പ്ലാസ്റ്റർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തിസിൽ എക്സ്റേ പ്ലാസ്റ്ററിന്റെ ഷെൽഫ് ലൈഫ് 16 weeks ആണ്. നെക്സ്റ്റ് പേജ്. പിന്നെ സെറ്റിംഗ് ടൈം മിക്സ് ചെയ്തതിന് ശേഷം 1.5 to 2 hours ആണ്. പക്ഷെ എക്സാക്ട് ടൈം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനെ അനുസരിച്ചിരിക്കും. റേഡിയേഷൻ കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു 2 mm തിക്കുള്ള ലെഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നതിന് ഈക്വലായിട്ട് നമുക്ക് 20 mm തിക്നെസ്സിൽ തിസിൽ എക്സ്റേ
അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി വിത്ത് ഫൈനൽ കോട്ട് ഓഫ് 20 mm Gyproc skin coat or Carlite finish provides a plastering system suitable from moderate to high impact wear areas. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സർഫേസ് ഡ്രൈ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, പിന്നെ വെതറിന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വാൾസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. വാൾസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്ട്ലി ഓപ്പൺ ആൻഡ് ടെക്സ്ചേർഡ് ഡെൻസ് കോൺക്രീറ്റിലേക്കാണ് നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ മെക്കാനിക്കലി പോർ സ്ട്രെങ്ത് ഉള്ളതും ലൈറ്റ് വെയിറ്റ് ഉള്ളതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് പകരം സ്യൂട്ടബിൾ റീഇൻഫോഴ്സ്മെന്റ് വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് ലിൻഡൽസിലാണെങ്കിലും വാൾ സ്ട്രക്ചേഴ്സിലുള്ളതിന് അതിനാണെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് എക്സ്പാൻഡഡ് മെറ്റൽ ലാത്ത് വെച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മിക്സിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പ്യുവർ വാട്ടർ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. വേറെ എന്തെങ്കിലും ഇപ്പം മുന്നേ നമ്മൾ ഒരിക്കൽ മിക്സ് ചെയ്തതിന്റെ എന്തെങ്കിലും ബാലൻസ് ഒക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ സ്ട്രെങ്ത്തിനെയും പ്ലാസ്റ്റർ സെറ്റ് ചെയ്യാനൊക്കെ എഫക്ട് ചെയ്യും. പിന്നെ മെക്കാനിക്കൽ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോഴേ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ആഗ്നസ് മൈക്ക് ഓഫ് ചെയ്തോളൂ. ആഗ്നസിന്റെ ആണ് തോന്നുന്നു ഡിസ്റ്റർബൻസ് വരുന്നത്. ഓക്കെ ഫൈൻ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതിന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിസ്കി യൂസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. കഴിഞ്ഞ പേജ്. ഓക്കെ, സ്മോൾ ക്വാണ്ടിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അല്ലാണ്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് വിസ്കി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. നെക്സ്റ്റ് പേജ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ വരുമ്പം എക്സ്റേ പ്ലാസ്റ്ററിന്റെ നമുക്ക് ഡയറക്ട്ലി പ്ലാസ്റ്റർ ബോർഡ്സിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷെ അതിന് പകരം നമുക്ക് 25 mm വരെ മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യത്തെ ഫ്ലോട്ടിംഗ് കോട്ട് നമ്മൾ ഫേം പ്രഷറിൽ ഒരു 8 mm തിക്നെസ് വരെ നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വയർ സ്ക്രാച്ചിങ്ങിനുള്ളത് സ്പേസ് കൊടുക്കണം. എന്നിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വിടണം. സെറ്റ് ചെയ്യാൻ മൊത്തം ഡ്രൈ ചെയ്യാൻ പാടില്ല, പക്ഷെ കുറച്ച് സെറ്റ് ആവുന്ന രീതിയിൽ കൊടുക്കുക. അതിനുശേഷം പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ലൈറ്റ്ലി സ്ക്രാച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഗിപ്രോക് സ്കിം കോട്ടോ അല്ലെങ്കിൽ കാർലൈറ്റ് ഫിനിഷ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫിനിഷിംഗ് കൊടുക്കണം. ഇത് ടെസിൽ എക്സ്റേ ക്യാൻ ബി അപ്ലൈ ടു സ്യൂട്ടബിൾ റിപ്ലാത്ത് ടു എ ടോട്ടൽ തിക്നെസ് ഓഫ് 15 mm from face of lath in soffit or to a total thickness of 25 mm from face of lath in walls application. വാൾ ആപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 25 mm തിക്നെസ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ബോർഡ്സിൽ നമ്മൾ കൊടുക്കുമ്പോൾ 15 mm വരെ തിക്നെസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മെറ്റൽ ലാത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെ തന്നെയാണ് അതിലും നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത്. First, a pricking up coat which should be forced through the metal lath in order to provide a good key to the lath. The surface of pricking up coat must be white scratch to provide a good key and allowed to set but not dry before the floating coat is applied. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതില് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം മെറ്റലിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വയർ സ്ക്രാച്ചിങ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്ലോട്ടിംഗ് കോട്ട് ഷുഡ് ബി അപ്ലൈഡ് അറ്റ് എ തിക്നെസ് ഓഫ് 8 mm അപ് ടു തിക്നെസ് റിക്വയർഡ്. എത്ര തിക്നെസ് വേണമെന്നുണ്ടെങ്കിലും അത്ര കൊടുക്കാം, 8 mm തൊട്ട്. വയർ സ്ക്രാച്ച് ബിറ്റ്വീൻ ഈച്ച് കോട്ട്, എല്ലാ കോട്ടിന്റെ ഇടയിലും വയർ സ്ക്രാച്ച് കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഫൈനൽ കോട്ട് ആയിട്ടാണ് ഗിപ്രോക് സ്കിം കോട്ടോ അല്ലെങ്കിൽ കാർലൈറ്റ് ഫിനിഷോ കൊടുക്കുന്നത്. അത് നമ്മൾ എന്തായാലും കൊടുക്കണം. ബേസ് കോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫിനിഷിങ് കൊടുക്കണം. എന്നാലേ അത് ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്രേക്കേജ് ക്രാക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് പേജ്. അടുത്തത് ബെറൈറ്റ് പ്ലാസ്റ്റർ യൂസ് ഫോർ എക്സ്റേ ഷീൽഡിങ്. ഈ ബെറൈറ്റ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത് ലാർജ്ലി ഒട്ടുമിക്ക സ്ഥലത്തും ഷീൽഡിങ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബേസിക്കലി ഗാമ റേഡിയേഷൻസും അതുപോലെ എക്സ്റേ ജനറേറ്റിംഗ് എക്യുപ്മെന്റ്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അത് മിനിമൈസ് എക്സ്പോഷർ ടു ഇൻഡിവിജ്വൽസ് ആണ്, ഇൻ ഓർഡർ ടു മിനിമൈസ് എക്സ്പോഷർ ടു ഇൻഡിവിജ്വൽസ്. പിന്നെ ബെറൈറ്റ് പ്ലാസ്റ്ററിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സിമെന്റ്, സാൻഡ്, ബേരിയം സൾഫേറ്റ്, പിന്നെ വാട്ടർ, ഇതെല്ലാതും ഒരു കൺട്രോൾ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ പ്ലാസ്റ്ററിന്റെ സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ റേഷ്യോ ആണ്, റേഷ്യോ ഓഫ് സിമെന്റ് ടു വാട്ടർ. പിന്നെ ഈ ബെറൈറ്റ് പ്ലാസ്റ്ററിന്റെ അതുപോലെ തന്നെ ബെറൈറ്റ് പ്ലാസ്റ്ററിന്റെയും ബെറൈറ്റ് മിനറൽസിന്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും, പിന്നെ അതുപോലെ തന്നെ അതിന് എത്ര റേഡിയസ്, ഡിഗ്രി ഓഫ് റേഡിയസ് ഓഫ് അറ്റന്യൂഷൻ ഒക്കെ വേണമെന്നുള്ളത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളേജ് വേണം. അത് വെച്ചിട്ട് നമുക്ക് എത്ര സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിനെ എത്ര ഷീൽഡിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെഡിക്കലിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻസിലാണെങ്കിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പേജ്. അടുത്തത് വരുന്നത് അക്കോസ്റ്റിക് പ്ലാസ്റ്റർ ആണ്. ഇറ്റ് ഈസ് അത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സൗണ്ട് അബ്സോർബിങ് അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് ഏജൻസ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഓഡിറ്റോറിയം, തിയേറ്റേഴ്സ് അങ്ങനത്തെ പ്ലേസസിൽ സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഇതാണ് അക്കോസ്റ്റിക് പ്ലാസ്റ്റർ. അപ്പോൾ അത് മെയിൻലി അതിന് സൗണ്ട് അബ്സോർബിങ്ങിന് സഹായിക്കുന്നത് അതിൻ്റെ കോമ്പോസിഷനാണ്. ലൈക്ക് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഫൈബേഴ്സ് ആൻഡ് അഗ്രഗേറ്റ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ അബ്സോർബിങ് സൗണ്ട്. ആൻഡ് അത് മെയിൻലി അത് ഉണ്ടാക്കിയിരിക്കുന്നത് റിട്ടാർഡഡ് ജിപ്സം, പെർലൈറ്റ് ആൻഡ് സെലക്റ്റഡ് അഗ്രഗേറ്റ്സ് ആൻഡ് സ്പെഷ്യൽ അഡിറ്റീവ്സ് വെച്ചിട്ടാണ്. അത് ബോത്ത് തേർമൽ ഇൻസുലേഷനും സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസും ഈ അക്കോസ്റ്റിക് പ്ലാസ്റ്റർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് പണ്ടൊക്കെ ലൈക്ക് ഏർലിയർ ഈ അക്കോസ്റ്റിക് പ്ലാസ്റ്റർ യൂസ് ചെയ്യാൻ ആസ്ബറ്റോസ് പൗഡർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതുതായിട്ടുള്ളതിൽ ഒരു ബേസ് സബ്സ്ട്രേറ്റ് ലെയർ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ പണ്ട് ഈ ആസ്ബറ്റോസ് യൂസ് ചെയ്ത് കൊണ്ട് തന്നെ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഈ മാനുഫാക്ചറിങ് ടൈമിലൊക്കെ ആസ്ബറ്റോസ് കൊണ്ടുണ്ടാവുന്ന സർട്ടൈൻ ഡിസഡ്വാൻറ്റേജസ് അതിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ കുറേ സോൾവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ബേസിക് കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ആ സൈഡിൽ കാണിച്ച ഇമേജ്, അങ്ങനെയാണ് ഒരു അക്കോസ്റ്റിക് പ്ലാസ്റ്ററിൻ്റെ കോമ്പോസിഷൻ വരുന്നത്. അതിൻ്റെ ബോട്ടം ആയിട്ടൊരു സ്റ്റേബിൾ സബ്സ്ട്രേറ്റ് ലെയർ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനൊരു ഫിനിഷ് അപ്ലൈ ചെയ്യും. അപ്പോൾ അതൊരു ബേസ് ഫസ്റ്റ് ലെയർ ഓഫ് സൗണ്ട് അബ്സോർപ്ഷൻ ആയിട്ട് അത് ആക്ട് ചെയ്യും. ആൻഡ് ലേറ്റർ സെക്കൻഡ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ലെയർ ചെയ്ത് ഒരു സെക്കൻഡ് ലെയർ ഓഫ് സൗണ്ട് അറ്റന്വേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ലെയേഴ്സ് വെച്ചിട്ടാണ് സൗണ്ട് അബ്സോർപ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പറ്റുക. ലൈക്ക് ദ സെക്കൻഡ് ലെയറിൻ്റെ ഡെൻസിറ്റി ഫസ്റ്റ് ലെയറിൻ്റെ ഈക്വൽ ഓർ ലെസ് ആണെങ്കിൽ സെക്കൻഡ് ലെയറിൻ്റെ സൗണ്ട് അറ്റന്വേഷൻ ആയിരിക്കും ഗ്രേറ്റർ. അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് സൗണ്ട് ചേഞ്ചിങ് അല്ലെങ്കിൽ അക്വസ്റ്റിക് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഈ അക്വസ്റ്റിക് പ്ലാസ്റ്റർ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് അപ്പോൾ ഇതിന്റെ അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ്. അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ക്യാൻ റെഡ്യൂസ് സൗണ്ട് റിവൈബ്രേഷൻ വിത്തിൻ എ സ്പേസ്. ഒരു സ്പേസിൽ വരുന്ന സൗണ്ട് റിവൈബ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ അക്വസ്റ്റിക് പ്ലാസ്റ്ററിന്റെ മെയിൻ ഒരു പ്രോപ്പർട്ടി. പിന്നെ ഇതിന്റെ നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി ബിറ്റ്വീൻ 0.5 and 1. ഈ നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിറ്റർമൈൻസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റിഫ്ലക്ട് ഓർ അബ്സോർബ് സൗണ്ട്. അപ്പൊ സൗണ്ട് റിഫ്ലക്ട് ചെയ്യാനുള്ള അബ്സോർബ് ചെയ്യാനുള്ള അതിന്റെ ഒരു എബിലിറ്റിനെയാണ് ഈ നോയ്സ് റിഡക്ഷൻ കോഎഫിഷ്യന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ബി ബിറ്റ്വീൻ 0 and 1. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റീവ്, 1 ആണെങ്കിൽ പെർഫെക്റ്റ്ലി അബ്സോർപ്റ്റീവ്. അങ്ങനെയാണ് അത് നോക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഓഫ് അക്വസ്റ്റിക് പ്ലാസ്റ്റേഴ്സ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഇന്റലിജിബിലിറ്റി ഓഫ് വോയിസ്. ഒരു സ്പേസിൽ ഇപ്പോൾ തിയേറ്റേഴ്സ് അതുപോലത്തെ സ്പേസിലേക്ക് സൗണ്ട് ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈബിൾ ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അക്വസ്റ്റിക് പ്ലാസ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫയർ പ്രൂഫ് ആൻഡ് ലീഡ് റേറ്റഡ്. പിന്നെ ബട്ട് ഇറ്റ് ക്യാൻ ബി മോർ ഫ്രാജൈൽ. ഒരു ഫിസിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്.
ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് റിക്വയർസ് ഹൈ ലെവൽസ് ഓഫ് ആർട്ടിസൻ സ്കിൽസ്. കാരണം ഇത് കറക്റ്റ് പ്രൊപ്പോർഷനിൽ കറക്റ്റ് മിക്സിംഗ് ടൈം ഒക്കെ വെച്ച് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അത് അതിന്റെ ഡിസൈർഡ് പ്രോപ്പർട്ടീസ് കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് ഇറ്റ് റിക്വയർസ് ഹൈ ലെവൽസ് ഓഫ് ആർട്ടിസൻ സ്കിൽസ്. സോ പറഞ്ഞ പോലെ അതിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഒരു പ്രൊപ്പോർഷൻസ് ഉണ്ട്, ആ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കറക്റ്റ് മിക്സിംഗ് ടൈമിൽ ആ പ്ലാസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. ദെൻ വി നീഡ് ടു എൻഷുർ ദാറ്റ് ദർ ഇസ് എ സീംലെസ് സർഫസ്. സീലിംഗ് ഒക്കെ ഒരു പെർഫെക്റ്റ് ലെവലിലായിട്ട് നല്ല സീംലെസ് സർഫസ് കിട്ടത്തുള്ളൂ. പിന്നെ the absorptive substrate panels are then attached with its seams filled and sanded smooth. പിന്നെ ഇതിന്റെ ഒരു സീംലെസ് സ്മൂത്ത് സർഫസ് കിട്ടാൻ വേണ്ടി layers of plaster coatings are applied. Then acoustic plasters, different surface textures കൊടുക്കാൻ നമുക്ക് acoustic plasters യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൗണ്ടിങ് സ്റ്റൈൽസ് ഉണ്ട്. ഈ മൗണ്ടിങ് സ്റ്റൈൽസ് വെച്ചിട്ടാണ് അതിന്റെ ഓരോ അക്വസ്റ്റിക് പെർഫോമൻസും വരുന്നത്. ഇപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ലൈക്ക് ഡയറക്ട് ടു സബ്സ്ട്രേറ്റ്, സസ്പെൻഡഡ് ഓർ ഡയറക്ട് ടു ഫ്രെയിമിംഗ് ഓർ പ്ലാസ്റ്റർ only system that can be sprayed directly. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മൗണ്ടിങ് സ്റ്റൈൽസ് ഉണ്ട്. അത് വെച്ചിട്ട് അതിന്റെ അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് വേരി ചെയ്യും. പിന്നെ അതിന്റെ മെയിൻ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ലൈബ്രറീസ്, തിയേറ്റേഴ്സ്, ഓഡിറ്റോറിയംസ്, മീഡിയ ആൻഡ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ്, ബോയിലർ, ചില്ലർ ആൻഡ് മെഷീൻ റൂംസ്, അങ്ങനെ ലൈക്ക് സൗണ്ട് ഡാമ്പനിങ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ അക്വസ്റ്റിക് പ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് സൗണ്ട് എൻവയോൺമെന്റ്, സ്പേസൽ സൗണ്ട് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അക്വസ്റ്റിക് പാനൽസ് ഓഫൻ മെയ്ഡ് ഓഫ് മിനറൽ വൂൾ. ഇപ്പൊ അക്ഷയ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈക്ക് ആസ്പെറ്റോസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇപ്പൊ മിനറൽ വൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി അബ്സോർബന്റ് മെറ്റീരിയൽ. Acoustic plasters provide a smooth, applicable and seamless appearance. It allows greater flexibility of readjustment. And പിന്നെ ഇതിന് ഓൺ സൈറ്റിൽ ആകെ വാട്ടറിന്റെ അഡീഷൻ മാത്രം മതി, വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ can be applied by plastering machine with a suitable rubber pump. സിംഗിൾ കോട്ട് ആപ്ലിക്കേഷൻ, ചില സമയത്തൊക്കെ നമുക്ക് സിംഗിൾ കോട്ട് ആപ്ലിക്കേഷൻ ആവശ്യമുള്ളൂ. And easy application with uniform workflow enables high productivity and superior finishing. പിന്നെ strong adhesion and variety of substrates. പിന്നെ ഇതിന്റെ നല്ല അത്യാവശ്യം നല്ല acoustical properties ആണ്. And it is a lightweight plaster. And പിന്നെ next തന്നെ it is resistant to heat. And lastly it is the transmission then normal sand or cement plaster. പിന്നെ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഐ സെഡ് ഗ്രേറ്റ് ലെവൽ ഓഫ് സ്കിൽ ഇസ് റിക്വയർഡ്. ഇതിന്റെ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ, കറക്റ്റ് മിക്സിംഗ് ടൈം എടുത്ത് കിട്ടണമെന്നാണ് ഇതിന്റെ കാര്യം. അപ്പൊ ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു എൻവയോൺമെന്റ് നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആസ്പെറ്റോസ് പൗഡർ ആയിരുന്നു നേരത്തെ യൂസ് ചെയ്യുന്നത്, അത് ഇറ്റ് ക്യാൻ കോസ് ഹെൽത്ത് ഇഷ്യൂസ്. നെക്സ്റ്റ്, ഇതാണ് അതിന്റെ ഒരു ടെക്നിക്കൽ ഡാറ്റ. അപ്പൊ ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈക്ക് വൈറ്റ് പൗഡർ ആയിട്ടാണ് ഇതിന്റെ കളർ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ മാക്സിമം അഗ്രഗേറ്റ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 3.5 mm. അതാണ് ടെക്നിക്കൽ ഡാറ്റാസ്. ഇങ്ങനത്തെ സ്പേസിലൊക്കെ ലൈക്ക് ലാർജ് ഹോൾസ്, ലൈക്ക് സൗണ്ട് എക്കോയിങ് ഒക്കെ പ്രശ്നം വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു. Okay, so കഴിഞ്ഞില്ല presentation? Yes sir. Thank you group 2. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞുതരാൻ പറ്റുവാണെങ്കിൽ ഇവർക്ക് പറഞ്ഞുതരാൻ പറ്റും, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ റാൻഡംലി? ഓപ്പൺ ഡിസ്കഷൻ ആണ്, ഇതൊരു സെമിനാർ പോലെ കണക്കാക്കണ്ട. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കും. PPT ഷെയർ ചെയ്തോളൂ, so it will be easy for notes. Anyone? So നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും പ്രസന്റ് ചെയ്തില്ലേ? Yes sir. So starting from Agnes, Aishwarya, Akshaya, Alina, Amala, Mary, right? Yes sir. Yes sir. അപ്പോ നമ്മുടെ സെക്കൻഡ് പ്രസന്റേഷൻ ആയിരുന്നു പ്ലാസ്റ്ററിനെ പറ്റിയത്. പ്ലാസ്റ്ററിന്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ് ബേസിക്കലി ഫയർ റെസിസ്റ്റന്റ് പ്ലാസ്റ്റർ,
എക്സ്റേ പ്ലാസ്റ്റർ, അക്കോസ്റ്റിക് പ്ലാസ്റ്റർ, ഇതെല്ലാം തന്നെ ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഹൈലി തെർമൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ കൂടുതൽ വരുന്ന റീജിയൻസിൽ വി വിൽ ഗോ ഫോർ എ ഫയർ റെസിസ്റ്റന്റ് പ്ലാസ്റ്റർ. അക്കോസ്റ്റിക്സ് റിക്വയർമെന്റ് ആണെങ്കിൽ വി വിൽ ഗോ ഫോർ എ അക്കോസ്റ്റിക് പ്ലാസ്റ്റർ. അതേപോലെ ഹാർംഫുൾ റേഡിയേഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻസിൽ വിൽ ഗോ ഫോർ എ എക്സ്റേ ഷീൽഡിംഗ് പ്ലാസ്റ്റർ. അപ്പോൾ ഇവരിതില് നമുക്കിതിൽ അത്ര ഡെപ്തിൽ പഠിക്കൊന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ റെസിസ്റ്റന്റ് പ്ലാസ്റ്റർ എന്താണെന്നും അതിൻ്റെ ഒരു കമ്പോസിഷനും ഒക്കെ മതി. പക്ഷെ പ്രസന്റേഷൻ വാസ് വെരി ഇൻ ഡെപ്ത്. എങ്ങനെയാണ് സർഫസിൽ അപ്ലൈ ചെയ്യേണ്ട കേസ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണ് പ്രസന്റേഷൻ, എനിക്കും ഡൗട്ട്സ് ഒന്നുമില്ല. ബിക്കോസ് എവറിത്തിങ് വാസ് വെരി വെൽ ടോൾഡ്. ഓക്കെ, ഗ്രൂപ്പ് 3 റെഡി ആണോ പ്രസന്റേഷന്? എനിക്കിനി ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങളുടെ ഇന്ന് നടത്താൻ പറ്റും. നിങ്ങളുടെ പ്രസന്റേഷൻ എന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് തീർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഗ്രൂപ്പ് 3 ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പ് 3-യിലെ?